44-ാമത്തെ ആയത്താണ് അവസാനിപ്പിച്ചത്. അതിനെ തുടർന്നുള്ള ആയത്താണ് അടുത്തത്. നമ്മൾ ജസ്റ്റ് അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവസാനത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞത് മുനാഫിക്കുകളിലും ജൂതന്മാരിലും പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് കേൾക്കുന്നതിനെ കുറിച്ചും അവർ വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചുമാണ്. അപ്പൊ അതിന്റെ അവസാനം പറഞ്ഞു, അതിൽ പറയുന്നുണ്ട് അവര് സമ്മാഊന ലിൽ കദിബ്, വ്യാജത്തിന് ചെവി കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ വ്യാജത്തിന് വേണ്ടി ചെവി ഓർക്കുന്നവരാണ്. സമ്മാഊന ലി ഖൗമിൻ ആഖരീന ലം യഅതൂക, താങ്കളുടെ അടുക്കൽ വന്നിട്ടില്ലാത്ത ചിലർക്ക് വേണ്ടി അല്ലെങ്കിൽ ചിലരിലേക്ക് ചെവി കൊടുക്കുന്നവരാണ്. ഇത് വന്നിട്ടില്ലാത്തവർ എന്ന് പറഞ്ഞത് മുനാഫിക്കുകളെ കുറിച്ച്, ജൂതന്മാരെ കുറിച്ചാണ്. അവരിൽ അഹങ്കാരം നടിച്ച് നബിയുടെ അടുക്കൽ വരാതിരിക്കുകയും പുറത്തുനിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയും ചെയ്തിരുന്ന ആളുകൾ. വന്ന് ചെവിയോർക്കുന്നവർ എന്ന് പറയുന്നത് മുനാഫിക്കുകളെ കുറിച്ചാണ്. അവരുടെ സ്വഭാവം പറഞ്ഞു, അവര് അള്ളാഹുവിന്റെ കിതാബിൽ അവരുടെ പക്കലുള്ള തൗറാത്തിന്റെ വിഷയത്തിൽ വാക്കുകളെ അവയുടെ സ്ഥാനവും ഉദ്ദേശവും മനസ്സിലാക്കിയതിനു ശേഷം അതിനെ സ്ഥാനം തെറ്റിക്കുന്ന, മാറ്റം വരുത്തുന്ന ആളുകളാണ്. അങ്ങനെ അവർ ചില വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിധി ചോദിക്കാൻ വേണ്ടി വന്നതിനെ കുറിച്ചാണ്. അപ്പൊ അവർ പറഞ്ഞിരുന്നത്, അവരുദ്ദേശിക്കുന്ന രീതിയിൽ വിധി ലഭിക്കുകയാണെങ്കിൽ യഖൂലൂന ഇന്നൂതീതും ഹാദാ ഫഖുദൂഹു, അപ്പൊ നിങ്ങളത് സ്വീകരിച്ചു കൊള്ളുക. വഇല്ലം തുതൗഹു ഫഹ്ദറൂ, അതല്ല നമ്മൾ ഉദ്ദേശിച്ചത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ അനുകൂല വിധി കിട്ടിയ നബി തന്നതാണെന്ന് പറയാം, അല്ലെങ്കിൽ നബിയുടെ വിധി നമുക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഒഴിവാകാം. ആ സമീപനാണ് അവർ സ്വീകരിച്ചിരുന്നത്. വമൻ യുരിദില്ലാഹു ഫിത്നതഹു, അപ്പോൾ ആരുടെ കാര്യത്തിലാണോ ആരെയാണോ അല്ലാഹു ഫിത്നയിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈഅ, അവർക്ക് വേണ്ടി താങ്കൾ യാതൊന്നും അല്ലാഹുവിൽ നിന്ന് ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞത്. ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്ത ആളുകളാണ് അവർ. ലഹും ഫിദ്ദുനിയ ഖിസിയുൻ, അവർക്ക് ദുനിയാവിൽ അപമാനമുണ്ട്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം, പരലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷയിലുണ്ട്. ഇവിടെ പറഞ്ഞ ഫിത്ന, ഫിത്ന എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതിലൂടെ പറയുന്നുണ്ട്. പരീക്ഷക്ക് ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. കുഴപ്പം, പരീക്ഷണം, ശിക്ഷ, അപമാനം, ദുർമാർഗം, ഭ്രാന്ത്, ആപത്ത് എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ് ഫിത്ന. ഈ അർത്ഥങ്ങൾ നോക്കി വെക്കുക. ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ട അർത്ഥം ഏതാണ്, ഉൾപ്പെടാത്ത അർത്ഥം ഏതാണ് എന്നുള്ള നിലക്കൊക്കെ ചോദ്യങ്ങൾ വരാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇതിൽ ഏതും അവർക്ക് ഫിറ്റാണ്. കാരണം അള്ളാഹു അവർക്കൊരു പരീക്ഷണമാക്കിയിരിക്കുകയാണ്. എന്നാൽ അത് അവരെ സംബന്ധിച്ചൊരു കുഴപ്പമാണ്, ശിക്ഷയായിട്ട് വരാം, അത് അപമാനമാണ്. എല്ലാ നിലക്കും അത് അവർക്ക് യോജിക്കുന്ന അർത്ഥം തന്നെയാണ്, ഏതർത്ഥം എടുത്താലും. അപ്പൊ അള്ളാഹു അങ്ങനെ പരീക്ഷണത്തിൽ ആക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ശരിയല്ലാത്ത നിലപാട് കാരണം അള്ളാഹു അവരെ കുഴപ്പത്തിലാക്കാൻ വിചാരിക്കുന്നു. എന്നാൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് അള്ളാഹു ഒരു പക്ഷപാതപരമായിട്ട് ചെയ്യുന്നതല്ല, മറിച്ച് നല്ല സതുദ്ദേശമുള്ള ആളുകളെയാണ് അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കുകയും അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുക. നല്ല വക്രബുദ്ധിയുള്ള ആളുകളെ അവരുടെ വഴിക്ക് വിടാൻ വേണമെങ്കിൽ അള്ളാഹുവിന് എന്ത് ചെയ്യാം, അവരെയും അവരുടെ ഹൃദയം ശുദ്ധീകരിച്ച് സന്മാർഗത്തിലേക്ക്, അവരുടെ ഈ ഫിത്നക്ക് പുറത്ത് അവരെ നേരെ കൊണ്ടുവരാന്നുള്ള അള്ളാഹുവിന് സാധിക്കാത്ത കാര്യമല്ല. പക്ഷെ അള്ളാഹു അങ്ങനെ നിർബന്ധിച്ചവരെ നന്നാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അവർക്ക് ദുനിയാവിൽ അപമാനവും പരലോകത്ത് ശിക്ഷയും ഉണ്ടായിരിക്കും. ഇനി അവരെ കുറിച്ച് തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി പറയാം. 45-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. سماعون للكذب أكالون للسحت فإن جاءوك فاحكم بينهم أو أعرض عنهم وإن تعرض عنهم فلن يضروك شيئا وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين. നേരത്തെ പറഞ്ഞു സമ്മാഊന ലിൽ കദിബ്, അത് അള്ളാഹു ഒന്നുകൂടി എടുത്തു പറയാണ്. വ്യാജത്തിന് ചെവി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ. എന്ന് നബി സംസാരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് വ്യാജവാർത്ത പ്രചരിപ്പിക്കാൻ പറ്റുന്ന നിലക്ക് വല്ലതും കിട്ടുമോ എന്നുള്ള ഉദ്ദേശത്തിൽ
അതിന് ചെവി കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യാജത്തിന് കാതോർത്തത് പ്രചരിപ്പിക്കുന്ന ആളുകൾ. അക്കാലൂൻ അലിസ്വഹത്ത്. അക്കാലൂൻ എന്ന് പറഞ്ഞാൽ തീറ്റക്കാർ. ആക്കിൽ എന്നാണ്. പിന്നെ അക്കല എന്നുള്ളതിന്റെ ഫായില ആക്കിലാണ്. അക്കാൽ എന്ന് പറഞ്ഞാൽ വലിയ തീറ്റക്കാര്, അല്ലെങ്കിൽ ധാരാളമായി തിന്നുന്നവർ എന്നൊക്കെയുള്ള അർത്ഥം. സമ്മാനി നേരത്തെ അർത്ഥം പറഞ്ഞല്ലോ, അതുപോലെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾക്ക് അസ്മാ ഉൽ മുബാലഗ, ഒരു കാര്യം അധികമായി ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ കാദിബ് കദ്ദാബ് നമുക്ക് പരിചയമുള്ള വാക്ക്. ആ രീതി തന്നെയാണ് സാമി, സമ്മാ, ആക്കിൽ, അക്കാൽ എന്നൊക്കെ പറയാം. അപ്പൊ ഇവരെ പറ്റി പറയുന്നത് അക്കാലൂന ലി സ്വഹ്ത്ത്, അവര് സ്വഹ്ത്ത് തിന്നുന്നവരാണ്. സ്വഹ്ത്ത് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ സമ്പാദ്യം. വാക്കിന്റെ അർത്ഥം സഹത്ത എന്ന് പറഞ്ഞാൽ നശിച്ചു, സഹത്ത നശിപ്പിച്ചു എന്നൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ വേരോടെ പറിച്ചു കളയുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പൊ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന, ബറക്കത്തിനെ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, നീക്കിക്കളയുന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിന്നാണ് നിഷിദ്ധമായ സമ്പാദ്യത്തിന് ഈ പ്രയോഗം. ഇത് സ്വഹത്ത് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഇത് നിഷിദ്ധമായ സമ്പാദ്യം, മോശമായ രീതിയിൽ, ഹറാമായ രീതിയിൽ സമ്പാദിച്ചിട്ടുള്ള എന്ത് സമ്പാദ്യം അതിൽ പെടും. ഇപ്പോഴത്തെ ഇതിലാണെങ്കിൽ കൈക്കൂലി പോലുള്ളതൊക്കെ അതിൽ തന്നെയാണ് പെടുക. ഇവരെ സംബന്ധിച്ച് ഇവര് ആളുകൾക്ക് ഇഷ്ടകരമായ നിലക്ക് വിധി മാറ്റി പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് അതിന് പണം വാങ്ങാറുണ്ടായിരുന്നു. അതുകൂടി ഇതിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ സ്വഹത്ത് തിന്നുന്ന, ഹറാമായ നിഷിദ്ധമായ മുതൽ ധാരാളമായി തിന്നുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ് അവർ. ഫഇൻ ജാഊക, അവർ താങ്കളുടെ അടുക്കൽ വരികയാണെങ്കിൽ, ഫഹ്കും, താങ്കൾ വിധി കൽപ്പിക്കണം, ബൈനഹും, അവർക്കിടയിൽ, ഔ അരിദ് അൻഹും, അല്ലെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു കളയണം. രണ്ടും ചെയ്യാൻ നമുക്ക് ചോയ്സ് കൊടുക്കുകയാണ്. ഒന്നുകിൽ അവർ വിധി അന്വേഷിച്ച് തേടി വരുമ്പോൾ വിധി കൊടുക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. അറള പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു, പിന്മാറി എന്നൊക്കെ മുഖം തിരിക്കണേനാണ് പറയുന്നത്. വൈൻ തൊഴിരുത് അൻഹും, ഇനി നബിയോട് പറയാണ്, താങ്കൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫല യദ്റൂക ശൈഅ, അവർ താങ്കൾക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം വിശ്വാസമായി ബാധിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ അത് നബിക്ക് വിട്ടുകൊടുക്കണം. വേണമെങ്കിൽ അവർക്ക് വിധി പറയാം, അല്ലെങ്കിൽ അവരെ അവഗണിക്കാം. വഇൻ ഹകംത, എന്നാൽ വിധിക്കുകയാണെങ്കിൽ, താങ്കൾ അവർക്ക് വിധി നൽകുകയാണെങ്കിൽ, ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്. ഖിസ്ത് പറഞ്ഞാൽ നീതി, ന്യായം എന്നൊക്കെ അർത്ഥം. അപ്പോ നീതി അനുസരിച്ച് അവർക്കിടയിൽ വിധി കൽപ്പിക്കുകയും ചെയ്യുക. അപ്പൊ അവർക്ക് ആവശ്യം, അവർക്ക് അനുകൂലമായ വിധി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വരുന്നത്. പക്ഷെ ഒന്നുകിൽ വിധി പറയാം, അല്ലെങ്കിൽ അവരെ പാട്ടിന് വിടാം. വിധിക്കുകയാണെങ്കിൽ ന്യായപ്രകാരം വിധിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയമായും അല്ലാഹു നീതി പാലിക്കുന്നവരെ സ്നേഹിക്കുന്നവനാണ്. അപ്പൊ ശരിക്കും ഇവർക്ക് നബിയുടെ അടുക്കൽ വന്ന് ഈ കാര്യങ്ങളിൽ വിധി ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവരിൽ എന്തുണ്ട്? തൗറാത്ത് ഉണ്ട്. തൗറാത്തിലെ വിഷയത്തിലൊക്കെ ഉള്ള വിധിയുണ്ട്. അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്. ഹക്കീമൂനക, എങ്ങനെയാണ് അവർ താങ്കളെ വിധികർത്താവാക്കുന്നത്? വഇൻദഹുമു തൗറാത്തു, അവരുടെ പക്കൽ തൗറാത്ത് ഉണ്ട്. ഫിഹാ ഹുക്കുമുള്ള, അതിൽ അള്ളാഹുവിന്റെ വിധിയുമുണ്ട്. തുമ്മ യതവല്ലൗന, എന്നിട്ട് അവർ തിരിഞ്ഞു കളയുന്നു. മിൻ ബഅദി ദാലിക, അത് അവർക്ക് മനസ്സിലായതിനു ശേഷം അതിൽ നിന്ന് അവർ തിരിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വിധി ചോദിച്ചു വരുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ഒരു പ്രസക്തി എന്താണ്? വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ സത്യവിശ്വാസികളല്ല തന്നെ. അപ്പൊ അവർക്ക് അവരുടെ കയ്യിലുള്ള തൗറാത്ത്, വേദം, അള്ളാഹു കൊടുത്ത കിതാബ് ഉണ്ടായിരിക്കുക, അതിൽ അവർക്ക് ആവശ്യമുള്ള വിധികൾ ഉണ്ടായിരിക്കുക. അവർ ചെയ്തിരുന്നത് അത് പാലിക്കാതിരുന്നിട്ട് അവർ സ്വന്തം ഇഷ്ടത്തിന് പല വിധികളും ഉണ്ടാക്കി നടപ്പാക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ വിധി ചോദിച്ചു വരുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ആ സംഭവം, ഒരു വ്യഭിചാര സംഭവത്തിൽ അവർ വിധി ചോദിച്ചു വന്നതും നബി തൗറാത്തിനനുസരിച്ച് വിധിച്ചതും, അവരത് തൗറാത്തിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു, അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു. പിന്നെ അത് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ സത്യപ്പെടുത്തി കൈവച്ച് മറിച്ചത് നബി കൈയെടുക്കാൻ പറഞ്ഞിട്ട് അവിടെ അത് വായിച്ചു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതിലേക്ക് ഇനി കൂടുതൽ വിശദീകരിക്കുന്നത്. ഈ ഭാഗത്ത് പിന്നെ വന്നത് യുഹരിഫൂനൽ കലിമ, അതും എന്താണ്?
കിതാബിലുള്ള ഓരോ വാക്കിന്റെയും വിധിയുടെ ഒക്കെ ശരിക്കുള്ള ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് അത് മാറ്റം വരുത്തുക എന്നുള്ള അർത്ഥം. ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞു, ആ വാക്കർത്ഥങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ അസ്മാഉൽ മുബാല പറഞ്ഞു. ഇനി ഇപ്പൊ ഈ പറഞ്ഞ ആയത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു? അവരുടെ പക്കൽ തൗറാത്ത് ഉണ്ട്, ഫീഹ ഹുക്കുമുള്ള, അതിൽ അള്ളാഹുവിന്റെ വിധി ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്തു വരുന്ന ആയത്തിലും അങ്ങനെ പറയുന്നുണ്ട്. തൗറാത്തിനെ കുറിച്ച് അതിൽ സന്മാർഗമുണ്ട്, വെളിച്ചുണ്ട് എന്നൊക്കെ പറയും. ഇങ്ങനത്തെ ആയത്തുകളെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ പക്കലുള്ള വേദം സത്യമാണ്, അതിനെ ഖുർആൻ സമ്മതിച്ചു തന്നിട്ടുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ വാദിക്കാറുണ്ട്. അതിനുള്ള മറുപടി ഇതിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അടുത്ത ആയത്ത് നോക്കാം. ഇന്ന അൻസൽന തൗറാത്ത, നിശ്ചയമായി നാം തൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു പറയാണ്, നാം തൗറാത്തിനെ അവതരിപ്പിച്ചു. ഫിഹ ഹുദൻ വനൂർ, അതിൽ സന്മാർഗമുണ്ട്. പറഞ്ഞു. ഫിഹ ഹുദൻ, അതിൽ സന്മാർഗമുണ്ട്, മാർഗദർശനമുണ്ട്, വനൂർ, പ്രകാശവുമുണ്ട്. അപ്പോ സന്മാർഗവും പ്രകാശവും ഒക്കെ ആയിട്ട് അള്ളാഹു തൗറാത്ത് അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അള്ളാഹു തന്നെയാണ് അവതരിപ്പിച്ചത്. യഹ്കുമു ബിഹൻ നബിയൂൻ, അത് മുഖേന, അത് അവലംബിച്ചുകൊണ്ട് പ്രവാചകന്മാർ വിധി നൽകുന്നു. എങ്ങനെയുള്ള പ്രവാചകന്മാർ? അല്ലദീന അസ്ലമു, അള്ളാഹുവിനെ സമർപ്പിച്ച, കീഴൊതുങ്ങിയ, അല്ലെങ്കിൽ ഇസ്ലാം അംഗീകരിച്ച, ഇസ്ലാമിന്റെ നബിമാർ, അള്ളാഹു അയച്ച നബിമാർ, ഇസ്ലാമിനെ അംഗീകരിച്ച അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയ നബിമാര്, അവർക്ക് അത് മുഖേന ആ തൗറാത്തിലുള്ള സന്മാർഗം അനുസരിച്ച്, അതിലെ വിധി അനുസരിച്ച് അവർക്ക് വിധി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ലില്ലദീന ഹാദു, ഈ ഞങ്ങൾ യഹൂദികളാണ് എന്ന് പറയുന്ന ഈ ആളുകൾക്ക്. അതായത് യഹൂദികൾ എന്ന് പറയുന്നത്, ബനു ഇസ്രായേൽ സമുദായം എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകൾക്ക് ഇങ്ങോട്ട് മുഴുവൻ അങ്ങനെ പറയൽ കുറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അത് മൂസാ നബി അലൈഹി ഇസ്ലാം അവരിലാണ് വന്നത്. അപ്പൊ മൂസാ നബിയും ആണല്ലോ, മൂസാ നബിക്കാണ് തൗറാത്ത് കിട്ടിയത്. അതിനുശേഷവും ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഈസാ നബിക്ക് മുമ്പായിട്ട് ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ തൗറാത്ത് അനുസരിച്ചാണ് അവർക്ക് വിധി നടത്തി കൊടുത്തിട്ടുള്ളത്. അവർക്ക് തൗറാത്തിലുള്ള സന്മാർഗം ഉദയാണ് അവർക്ക് പഠിപ്പിച്ചത്, അതനുസരിച്ചാണ് അവർക്ക് വിധി കൊടുത്തിരുന്നത്. പിന്നെ അവർ മാത്രമല്ല, നബിമാർ മാത്രമല്ല, റബ്ബാനിയൂന, റബ്ബാനികൾ, അതായത് അവര് ആദരിച്ചിരുന്ന അവരുടെ കൂട്ടത്തിലുള്ള പുണ്യപുരുഷന്മാരായ മത നേതാക്കന്മാർ, വൽ അഹ്ബാർ, പണ്ഡിതന്മാരും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ വന്ന അള്ളാഹു അയച്ച നബിമാരും ആ നബിമാരെ പിൻപറ്റി അവർക്ക് ദീൻ പഠിപ്പിച്ച പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ ഈ തൗറാത്ത് അനുസരിച്ചാണ് അവർക്ക് വിധി നടത്തിക്കൊണ്ടിരുന്നത്. എന്താ കാര്യം? ബിമസ്തുഹ്ഫിളു മിൻ കിതാബില്ലാഹി. ഇസ്തഹ്ഫല പറഞ്ഞ, ഹഫില പറഞ്ഞ സൂക്ഷിച്ചു, സംരക്ഷിച്ചു. ഇസ്തഹ്ഫല പറഞ്ഞ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടു, ഏൽപ്പിച്ചു. അപ്പൊ അള്ളാഹു അവർ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ടു. ഇസ്തുഹ്ഫിളു മജ്ഹൂലായിട്ടാണ് പറഞ്ഞത്. മിൻ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് അവർക്ക് ഒരു ബാധ്യതയായിട്ട് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തതാണ്. വകാനു അലൈഹി ശുഹദാ, അവർ അതിന്റെ മേൽ സാക്ഷികളും ആയിരുന്നു. പ്രവാചകന്മാർ അതാണ് അവരെ പഠിപ്പിച്ചത് എന്നുള്ളതിന് അവർ സാക്ഷികളാണ്. അത് സംരക്ഷിക്കുക എന്നുള്ള അവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമാണ്. അത് കാരണമായിട്ട് അവര് അതനുസരിച്ച് തന്നെ വിധി നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരത് പിൻപറ്റാണ് ചെയ്യേണ്ടിയിരുന്നത്. ഫലാ തഖ്ശൗന്നാസ്, അതിനാൽ നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്. വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെടുക. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല, എൻ്റെ ആയത്തുകളെ സമനൻ ഖലീലൻ, തുച്ഛമായ വിലക്ക്, വലാ തശ്തറൂ, നിങ്ങൾ വിറ്റുകളയുകയും ചെയ്യരുത്. ദുനിയാവിന് വേണ്ടിയിട്ട്, ദുനിയാവിൽ എന്തെങ്കിലും ചെറിയ നേട്ടം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ അള്ളാഹുവിന്റെ കിതാബിൽ വചനങ്ങളിലൊക്കെ മാറ്റത്തിരുത്തലുകൾ വരുത്തരുത്. ഈ പറഞ്ഞത് അവരോട് നേർക്കുനേരെയാണ്. അതുപോലെ അള്ളാഹു കിതാബ് തന്ന സമുദായം എന്നുള്ള നിലക്ക് നമുക്കും ബാധകമായതാണ്. അപ്പോൾ രണ്ടു കൂട്ടരോടും ഒന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ നിങ്ങൾ എന്നാണ് പറയണത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ജനങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെ ഭയപ്പെടണം. ഈ എൻ്റെ വചനങ്ങൾക്ക് നിങ്ങൾ തുച്ഛമായ വില വാങ്ങരുത് എന്ന് പറയും. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു, ആരാണോ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധി നടത്താതിരിക്കുന്നത്, ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അക്കൂട്ടർ തന്നെയാകുന്നു അവിശ്വാസികൾ.
ഇത് ഒരു ചർച്ചയുള്ള ഭാഗമാണ്. ഇനി അടുത്ത ആയത്തിൽ ഇതേപോലെ തന്നെ അതിന്റെ അവസാനങ്ങളിൽ വമല്ല യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ ളാലിമൂൻ എന്നൊരായത്തിൽ, പിന്നത്തെ ആയത്തിൽ ഫാസിഖൂൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധിക്കാതിരിക്കുക എന്നത് ഈ മൂന്നായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ പറഞ്ഞവർ കാഫിറുകളാണ്, പിന്നെ പറഞ്ഞവർ ലാലിമുകളാണ്, പിന്നെ പറഞ്ഞവർ ഫാസിഖുകളാണ്. ഇപ്പൊ ഇവിടെ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധിക്കാത്തവൻ അവരാണ് കാഫിറുകൾ എന്ന് പറഞ്ഞാൽ അത് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് മുഫസ്സിറുകൾക്കിടയിൽ വേറെ അഭിപ്രായങ്ങളുണ്ട്. അതായത് മതത്തുനിന്ന് മില്ലത്തുനിന്ന് പുറത്തു പോകുന്ന കുഫറാണോ, അതല്ലാത്ത കുഫറാണോ, നന്ദികേടാണോ എന്നൊക്കെയുള്ള വിഷയത്തിൽ വ്യത്യസ്തമായ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ചിലരിതിനെ നിങ്ങൾക്ക് നേരെ അർത്ഥത്തിൽ അവർ കാഫിറുകളാണെന്നുള്ള പറഞ്ഞു, അള്ളാഹു വിധിച്ചത് കൊണ്ട് വിധിക്കാത്തവർ കാഫിറാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ട് വലിയ അപകടങ്ങൾ വരുത്തിയ ആൾക്കാരാണ് ഖവാരിജുകൾ. അതായത് ഖുർആനിൽ ഇല്ലാത്തൊരു വിധി വിധിക്കാൻ പാടില്ല, അങ്ങനെ വിധിച്ചാൽ കാഫിറാകും എന്നല്ല വിധിക്കാത്ത ഒന്നുകൊണ്ട് വിധിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹ് വിധിച്ചതുകൊണ്ട് വിധിക്കാതിരിക്കുക എന്നുള്ളതിനെ അവർ അങ്ങനെ എടുത്ത്. ഇവിടെ അള്ളാഹു വിധിച്ചത് കൊണ്ട് വിധിക്കാതിരിക്കുന്നവരെ കുറിച്ചാണ് ശരിക്കും അള്ളാഹ് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ വിധിയെ നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും അതിനെ മാറ്റി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെതിരായ ഒരു വിധി പറയുകയാണെങ്കിൽ അവർ ശരിക്കും കാഫിറുകൾ തന്നെയാണ്. അത് എല്ലാ മുഫസ്സിറുകളും ഒരുപോലെ അത് തന്നെയാണ് പറയേണ്ടത്. എന്നാൽ ഇവിടെ ഉദ്ദേശിച്ചത് എന്താന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഒന്ന്, ഇത് അവിശ്വാസികളാണെന്ന് പറഞ്ഞ അവിശ്വാസികൾ തന്നെയാണ്, അത് ഇവരെ കുറിച്ചാണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്ത യഹൂദികളെ കുറിച്ച് പറഞ്ഞതാണ്, അവർ അവിശ്വാസികളാണ് എന്നാണ് ഒരു വിശദീകരണം. അതിൽ അവര് മാത്രമല്ല ക്രിസ്ത്യാനികൾ ഉൾപ്പെടും, വേദക്കാരൻ മൊത്തത്തിൽ പറഞ്ഞതാണ് എന്നൊരു അഭിപ്രായം. അതാണ് ഇബ്നു ജരീർ റഹിമഹുല്ല അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതാണ്. പിന്നെ അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഹുക്കുമിനെ നിഷേധിക്കുന്നവരെ പറ്റിയാണ്, അത് ശരിയായ കുഫർ തന്നെയാണ് എന്നുള്ളത്. ഇനി ഇതൊന്നുമല്ലാതെ ഇത് ഈമാനിനെതിരായി പറയുന്ന കുഫറല്ല, മറിച്ച് നന്ദികേട് അതുപോലെ കുഫറിലേക്ക് വഴിവെക്കുന്ന കാര്യം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അള്ളാഹുവിന്റെ നിയമം സ്വീകരിക്കാതിരിക്കുന്നതിന്റെ ഗൗരവം കാണിക്കാനാണ് അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന്. ഇതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെയും ത്വാവൂസ് റഹിമഹുല്ലയുടെയും രണ്ട് ഉദ്ധരണികൾ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത്, അത് ഓർത്തു വെക്കണ നല്ലതാണ്, ഒരു ക്വസ്റ്റ്യൻ പോയിന്റ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ആ വിശ്വാസമല്ല. ഈ 47-ാമത്തെ ആയത്തില് ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്ന വിശ്വാസമല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തർജുമാനുൽ ഖുർആൻ, ഖുർആന്റെ മുഫസ്സിറുകളിൽ അറിയപ്പെട്ട ആളാണല്ലോ, സാഹിബിമാരുടെ കൂട്ടത്തിലും മുഫസ്സിറായി. പിന്നെ ത്വാഊസ് അദ്ദേഹത്തിൻ്റെതായിട്ട് പറയുന്നത്, ഇത് മതത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന അവിശ്വാസമല്ല, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ജരീർ റഹിമഹുല്ല പറഞ്ഞത്, ഈ എല്ലാ പ്രസ്താവനയിൽ നിന്നും കൂടുതൽ ശരിയോടടുത്തതായിട്ട് മനസ്സിലാകുന്നത് ഈ ആയത്തുകൾ വേദക്കാരിലുള്ള അവിശ്വാസികളെ പറ്റി അവതരിച്ചതാണ്. കാരണം ഇതിന്റെ മുമ്പ് ശേഷമൊക്കെ വരുന്ന ആയത്തുകളിൽ അവരുടെ ഇത്തരത്തിലുള്ള കുഫറായ നിലപാടുകളെ കുറിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. അപ്പൊ ഇത് പറഞ്ഞത് പൊതുവായ ശൈലിയിലാണല്ലോ, അപ്പൊ എങ്ങനെ അവർക്ക് മാത്രം ബാധകം എന്ന് പറഞ്ഞാൽ ആ സ്വഭാവമുള്ള ഒരാൾക്കാരെ കുറിച്ച് പൊതുവായി പറഞ്ഞതാണ് എന്നാണ് അതിന് പറഞ്ഞിട്ടുള്ള വിശദീകരണം. എന്നാൽ ഖവാരിജുകൾ പറഞ്ഞത്, ഇതിന്ന് അവർ വേറൊരു ആശയം രൂപപ്പെടുത്തിയിട്ട് അള്ളാഹു വിധിക്കാത്തൊരു വിധി വിധിച്ചാൽ അവർ കാഫിറാവും. എന്നിട്ട് അതുകൊണ്ടുണ്ടായ അപകടം എന്താ വെച്ചാൽ, സ്വഹാബത്തിന്റെ കാലത്ത് 4-ാം ഖലീഫ അലി റളിയല്ലാഹുവിന്റെ കാലത്ത് മുആവിയ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹു തമ്മിൽ ഖിലാഫത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായല്ലോ. കുറെ ആൾക്കാർ അലി റളിയല്ലാഹുവിന്റെ കൂടെ നിന്നു, കുറെ ആൾക്കാർ പിന്നെ മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ നിന്നു. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന്റെ അവസ്ഥ വന്നപ്പോൾ അവർ മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചു. പക്ഷേ അപ്പൊ ഇവരതിനെ കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിന്റെ കിതാബ് സ്വീകരിക്കാതെ മധ്യസ്ഥന്മാരെ തീരുമാനം സ്വീകരിച്ചോ കുഫറാണ്. ഇപ്പൊ രണ്ടു കൂട്ടരും ദീനിന്ന് പുറത്തുപോയി. അള്ളാഹുവിന്റെ കൂടെ നിന്ന് സാഹിബിമാരും അവന്റെ കൂടെ നിന്ന് എല്ലാവരും ദീനിന്ന് പുറത്തുപോയി എന്നാണ് ഖവാരിജുകൾ വാദിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. പ്രശ്നം അവസാനിക്കല്ലേ ചെയ്തത്, പ്രശ്നങ്ങൾ ഉണ്ടാവുക. അവർ പറഞ്ഞ വാദം, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്,
അള്ളാഹുവിനല്ലാതെ വിധി കർത്തൃത്വമില്ല, വിധി പറയാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് സാമാന്യവൽക്കരിച്ചു, എല്ലാത്തിലേക്കും ഒരുപോലെ ബാധകമാക്കി. അപ്പൊ എന്താ വെച്ചാൽ ഖുറാനിലുള്ളതല്ലാത്തൊരു വിധി അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ സ്വീകരിച്ച കാഫറായി. ഇത് രണ്ട് സ്ഥലത്ത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ എന്നുള്ള. അതൊന്ന് സൂറത്ത് യൂസുഫ്, പിന്നെ ആറാമത്തെ സൂറത്ത് ഏതാ? അടുത്ത സൂറത്ത് അനാം. മായിദ കഴിഞ്ഞാൽ അനാം. അന്നാമില് 57-ാമത്തെ ആയത്തും അതുപോലെ യൂസുഫിൽ 40-ാമത്തെ ആയത്ത്. അപ്പോ ഖവാരിജ് കക്ഷിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. അല്ലെങ്കിൽ അത് ഒരു പ്രചാരണമായിട്ട് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച കൂട്ടരാരാണ്? ഖവാരിജുകളാണ്. ഇതിനെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രതികരണമുണ്ട്. എന്താണ്? നമ്മളിപ്പോൾ ധാരാളം കേട്ടിട്ടുള്ള കലിമത്തു ഹഖീൻ ഉരീദു ബിഹൽ ബാത്തുൽ. പറഞ്ഞ കാര്യം സത്യമാണ്, പക്ഷെ അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ബാത്തുലാണ് എന്ന് പറഞ്ഞു. അതും ചോദ്യമായിട്ട് വരാം. ആര് പറഞ്ഞതാണ്, അല്ലെങ്കിൽ പറഞ്ഞതാണ് മറ്റുള്ള ഓർത്തു വെക്കുക. അടുത്ത ആയത്ത് 48-ാമത്തെ ആയത്ത്. വകതബ്ന അലൈഹിം, നാം അവർക്ക് മേൽ നിയമമാക്കി. അല്ലാഹു ഈ വേദക്കാരുടെ മേൽ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ മേൽ വേദമാക്കി. ഫീഹ, അതിൽ എന്ന് പറഞ്ഞാൽ തൗറാത്തിൽ. എന്താണ്? അന്നൻ നഫ്സ ബിൻ നഫ്സ്, ദേഹത്തിന് പകരം ദേഹം, ആൾക്ക് പകരം ആള് എന്ന് നാം അവർക്ക് നിയമമാക്കി. വൽ ഐന ബിൽ ഐൻ, കണ്ണിന് കണ്ണ്. വൽ അൻഫ ബിൽ അൻഫ്, മൂക്കിന് മൂക്ക്. വൽ ഉദുന ബിൽ ഉദുൻ, ചെവിക്ക് ചെവി. വസ്സിന്ന ബിസ്സിന്ന്, പല്ലിന് പല്ല്. വൽ ജുറൂഹ, മുറിവുകൾക്ക് ജുർഹ്, എൻ്റെ ബഹുജന ജുറൂഹ്, ഖിസാസ്. അങ്ങനെ പകരത്തിന് പകരമായി പ്രതിക്രിയ, ഖിസാസ്. അങ്ങനെയാണ് നാം അവർക്ക് തൗറാത്തിൽ നിയമമാക്കിയത്. ഈ വാക്കുകളർത്തൊക്കെ നമുക്ക് അറിയണതാണ്. നഫ്സ് ആള്, ദേഹം എന്നൊക്കെ പറയാം. അയിന് കണ്ണ്, അൻഫ് മൂക്ക്, ഉദുന് ചെവി, സിന്ന് പല്ല്, ജുറൂഹ് മുറിവുകൾ, പരിക്കുകൾ എന്നൊക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അവർക്ക് തൗറാത്തിൽ നിയമമാക്കിയത് എന്നുള്ളതാണ് പറയാം. ഫമൻ തസദ്ദഖ ബിഹി, ഇനി ആരെങ്കിലും അതിനെ ധർമ്മമാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഈ പ്രതികാരം ചെയ്യുന്നതിന് പകരം അത് വിട്ടുകൊടുത്താൽ, ഫഹുവ കഫാറത്തുൻ ലഹു, അത് അവനൊരു പ്രായശ്ചിത്തമായിരിക്കും. അതായത് ശിക്ഷിക്കപ്പെടേണ്ട ആൾക്ക് ആ ശിക്ഷ നടപ്പാക്കാൻ അവകാശപ്പെട്ട ആള് പറയാണ് അത് ഒഴിവാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അയാൾക്കൊരു പ്രായശ്ചിത്തമാണ്. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു, ആരാണോ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധി നടത്താതിരിക്കുന്നത്, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമകാരികളാണ്. അപ്പോൾ അള്ളാഹു ഒരു കാര്യത്തിനൊരു വിധി നിശ്ചയിച്ചിട്ട് അത് നടപ്പാക്കാതിരിക്കുക, അത് മാറ്റം വരുത്തുക എന്നുള്ളത് അക്രമമാണ്. അവരതാണ് ചെയ്തുകൊണ്ടിരുന്നത്. തൗറാത്തിൽ ഇങ്ങനൊക്കെ നിയമം ഉണ്ടെങ്കിൽ അതവര് ചെയ്യാറില്ല. അവരതിന് പകരം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി വേറെ ശിക്ഷകളാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ നേരത്തെ വ്യഭിചാര കുറ്റത്തിന് പറഞ്ഞതുപോലെ കൊല നടത്തിയാലും ഇങ്ങനത്തെ അക്രമങ്ങൾ ഉണ്ടായാലും ഒക്കെ അവർ വേറെ രീതിയിലുള്ള, അത് പ്രത്യേകിച്ച് പ്രമാണിമാരാണെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ സ്വഭാവങ്ങൾ അവർ നടത്തിയിരുന്നു. അത് അക്രമമാണ്. അത് ആക്രമിക്കപ്പെട്ടവൾ അക്രമത്തിനിരയായ ആൾക്കാരോട് ചെയ്യുന്ന അനീതിയാണ് എന്നൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതില് ആദ്യം പറഞ്ഞ കാഫിറൂൻ എന്ന് പറഞ്ഞത് അവരാ നിയമത്തെ നിന്ന് നിഷേധിക്കുകയാണെങ്കിൽ അവർ കാഫിറാണ്. ഇവിടെ അതിന് പകരം അവർക്കിഷ്ടമുള്ള പുതിയ നിയമം സ്വീകരിച്ച് പ്രതികാര നടപടിയിൽ അതിൻ്റെ അവകാശികളോട് അനീതി കാണിക്കുമ്പോൾ അപ്പോൾ അവർ അക്രമം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, തൗറാത്തില് ഈ നിയമങ്ങൾ, അതായത് തൗറാത്ത് ഇപ്പൊ അവർ പറയുന്ന പഴയ നിയമത്തിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ അവരെ വേദങ്ങളിൽ അവർ വരുത്തിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾക്ക് അതുപോലെ ഉണ്ട്. അപ്പൊ ഇത് ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള അതിന്റെ ഉദ്ധരണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജീവന് പകരം ജീവൻ കൊടുക്കണം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഇങ്ങനെയാണ് വിധിയെന്ന് പുറപ്പാട് പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട്. വഖഫൈന അലാ ആസാരിഹിം, അവരുടെ കാൽപ്പാടുകളിലായി, അതായത് അവരുടെ പിന്മുറയിലായിട്ട് അവർ വന്നതേ വഴിയിൽ, ഖഫൈന നാം തുടർന്ന് അയച്ചു, തുടർച്ചയാക്കി. അലാ ആസാരിഹിം, അവരുടെ പാടുകളിൽ, കാൽപ്പാട്. ബിഈസ ബിൻ മറിയമ, മറിയമിന്റെ മകൻ ഈസ അലൈഹിസ്സലാം. അപ്പൊ അടുത്ത ബനു ഇസ്രായേൽ സമുദായത്തിൽ പിന്നെ അവസാനം അയക്കപ്പെടുന്ന പ്രവാചകനെ കുറിച്ച് പറയാം.
ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആ മുമ്പ് വന്ന പ്രവാചകന്മാരുടെ ഒക്കെ പാടുകളിലായി അവരുടെ വഴിയിലായിട്ട് തുടർന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അയച്ചു. എങ്ങനെ അയച്ചത്? മുസ്വദ്ദിഖൻ, സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ട്, ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്തി, അദ്ദേഹത്തിന് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അയച്ചത്. വആതൈനാഹുൽ ഇൻജീല, നാം അദ്ദേഹത്തിന് ഇൻജീൽ നൽകുകയും ചെയ്തു. ഫീഹി ഹുദൻ വനൂർ, അതിലെന്തുണ്ട്? ഹുദയുണ്ട്, നൂറുണ്ട്, മാർഗദർശനുണ്ട്, പ്രകാശമുണ്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്ത്, ഇഞ്ചിയിലും ആദ്യം ഈസാ നബിനെ പറ്റിയാണ് പറഞ്ഞത്, മുമ്പുള്ളതിനെ സത്യപ്പെടുത്തി. ഇപ്പൊ പറയുന്നത് ഇഞ്ചിലിനെ പറ്റിയാണ്. ഇഞ്ചിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുമ്പ് വന്ന തൗറാത്തിനെ സത്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സത്യമാക്കിക്കൊണ്ട് ഇഞ്ചിയിലും അദ്ദേഹത്തിന് നൽകി. വഹുദൻ വമൗഇലതൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഹുദയും, ഹുദാന സന്മാർഗദർശനം, വമൗഇലതൻ സതുപദേശവുമായി കൊണ്ടാണ് ഇഞ്ചിയിൽ നാം നൽകിയത്. വൽ യഹ്കും അഹ്ലുൽ ഇഞ്ചീലി, നബിയോട് പറയാണ്, അപ്പൊ ഇഞ്ചീലിന്റെ ആളുകൾക്ക് താങ്കൾ ഇഞ്ചീലിന്റെ ആളുകൾ വിധി നടത്തിക്കൊള്ളട്ടെ. വൽ യഹ്കും അഹ്ലുൽ ഇഞ്ചീലി, ഇഞ്ചീലിന്റെ ആളുകൾ വിധിക്കട്ടെ. ബിമാ അൻസലല്ലാഹു ഫീഹി, അതിൽ അള്ളാഹു എന്താണോ ഇറക്കിയിട്ടുള്ളത് അതനുസരിച്ച്. ഞങ്ങൾക്ക് കിതാബുണ്ട്, ഞങ്ങള് അള്ളാഹുവിന്റെ വേദം, ഒരു പറയണ വാക്ക് അറബിയിലാണെങ്കിൽ അള്ളാഹു തന്നെയാണ് പറയാം. അപ്പൊ അള്ളാഹു ഇറക്കി തന്ന വേദം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന അവരെന്ത് ചെയ്യണം? അവർ അതിലുള്ളതനുസരിച്ച് വിധി നടത്തട്ടെ. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പൊ അള്ളാഹു അവതരിപ്പിച്ചത് അനുസരിച്ച് വിധിക്കാത്തവർ ഇവരെ ചെയ്യണില്ല. അങ്ങനെ അതുകൊണ്ട് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു തോന്നിവാസികൾ, അധർമ്മികൾ എന്നൊക്കെ. അപ്പൊ ഇവിടെ ഈസാ നബി അതുപോലെ ഇഞ്ചിയിലും മുൻവേദങ്ങളെ ശരിവെക്കുന്നു എന്നുള്ളത് വന്നിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ എന്തുണ്ട്? ഇതിലിപ്പോ പറഞ്ഞു അതനുസരിച്ച് വിധിക്കണം എന്ന് പറഞ്ഞു. അർത്ഥം തൗറാത്തിൽ ഇല്ലാത്ത ചില വിധികൾ എന്തുണ്ട്? ഇഞ്ചിയിലുണ്ട്. ശരീഅത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രവാചകന്മാർക്കിടയിൽ അഖീദ ഒന്ന് തന്നെ ആയിരിക്കും. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന തൗറാത്തിലുള്ള നിയമങ്ങളാണ് കാര്യമായിട്ട് ഇവർക്കും ബാധകമായിരുന്നത്. അത് തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാം പിൻപറ്റിയിരുന്നത്. കാരണം ഇഞ്ചിയിൽ ഒരു നിയമപ്രമാണമല്ല, തൗറാത്ത് നിയമപ്രമാണമാണ്. ഇഞ്ചിയിൽ നിയമപ്രമാണമല്ല, അത് സതുപദേശങ്ങളും സുവിശേഷങ്ങളുമാണ്. ഇഞ്ചി എന്നുള്ള വാക്കിന്റെ അർത്ഥം സുവിശേഷം എന്നാണ്. ഒറ്റ വാക്കിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, പിന്നെ പുതിയ പ്രവാചകന്മാർ വരുമ്പോൾ ചെറിയ അനുഷ്ഠാന മുറകളിലൊക്കെ ഇങ്ങനെ കാലികമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാലും അടിസ്ഥാനപരമായിട്ട് ഒരേ കാര്യമായിരിക്കും. ഈസാ നബി തന്നെ പറഞ്ഞതായിട്ട് ബൈബിളിന്റെ പുതിയ നിയമത്തിലുള്ള ഉദ്ധരണി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ന്യായപ്രമാണത്തെ അഥവാ തൗറാത്തിനെ പ്രവാചകന്മാരെയോ നീക്കാൻ വന്നതല്ല, നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സകലതും നിവൃത്തിയാവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. അപ്പോ ഇത് തൗറാത്ത് എന്താണ്? ഇവർക്കും ബാധകമാണ് എന്നർത്ഥം. അതിന്റെ തുടർച്ചയാണ് എന്ത്? ഇഞ്ചീൽ പറയുന്നത് ഇനി വരുന്ന പ്രവാചകനെ കുറിച്ചും വരുന്ന വേദത്തെ കുറിച്ചുമാണ്. അപ്പൊ അതനുസരിച്ച് അവര് അതിന്റെ അടുത്ത പടി എന്നുള്ള നിലക്ക് ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയാണ് ശരിക്കും ഇഞ്ചീലിനെ പിൻപറ്റുന്ന ആളുകൾ ചെയ്യേണ്ടിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സുവിശേഷങ്ങൾ ഈ രണ്ട് കിതാബിലും ഉണ്ട്. ഇനി ഇവരുടെ ഈ അവകാശവാദങ്ങൾക്കുള്ള മറുപടികൾ കുറച്ച് വിശദമായിട്ടുണ്ട്. ഞാൻ ചില പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞോളൂ. അത് ഇവർ പറഞ്ഞ അതുപോലെ ഫാസിഖ് എന്നുള്ള വാക്കിന്റെ അർത്ഥവും കുറെ അർത്ഥങ്ങളുള്ള വാക്കാണ്. അനുസരണം കെട്ടവൻ, തോന്നിവാസി, ധിക്കാരി, തെമ്മാടി, കൽപ്പന ധിക്കരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. കുഫർ എന്നുള്ള അർത്ഥത്തിലും ഖുർആനിൽ ഈ വാക്ക്, കുഫർ അടക്കമുള്ള എല്ലാ കുറ്റങ്ങൾക്കും പൊതുവെ ബാധകമാകുന്ന രീതിയിൽ ഖുർആൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ സാങ്കേതികമായിട്ട് കുഫറിന്റെ താഴെയുള്ള കുറ്റങ്ങളാണ് ഫിസ്ക് എന്ന് പറയാം. അത് ഫസ്ക് വേറെ, അത് ഫസ്ക് അത് വേറെ. ഫാസിഖ് എന്ന് അത് തെറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് സാങ്കേതികമായിട്ട് ഫിക്കിലൊക്കെ ഉപയോഗിക്കുന്നത്.
എന്നാൽ കുഫറും അതിൽ ഖുർആന്റെ പ്രയോഗം അനുസരിച്ച് കുഫറും അതിൽ ഉൾപ്പെടും. എല്ലാ ഫിസ്കും കുഫറല്ല, പക്ഷെ കുഫറും ഫിസ്കിന്റെ ഏറ്റവും കൂടിയ രൂപമായിട്ട് അതിനെ ബാധിക്കുന്ന രീതിയിലും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ അവകാശവാദത്തിനുള്ള, അതായത് അവരുടെ കയ്യിലുള്ള വേദങ്ങൾ ശരിയാണ് എന്ന് ഖുർആൻ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള അപ്പൊ അവർ പറയാറുള്ളത് പിന്നെ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് തൗറാത്ത്. പിന്നെ അതിലുള്ള സുവിശേഷമാണ് സബൂർ. സബൂർ എന്നുള്ള വാക്ക് സങ്കീർത്തനങ്ങളാണ്. അവർക്ക് സങ്കീർത്തന പുസ്തകമുണ്ട് പഴയ നിയമത്തിൽ, അതാണ് സബൂർ. അതുപോലെ പുതിയ നിയമത്തിൽ ഇപ്പൊ ഒരു ബൈബിൾ എന്ന് പറയുന്ന അതിലുള്ള 4 സുവിശേഷങ്ങൾ, ഒരു 4 അപ്പോസ്തലന്മാരുടെ പേരിൽ പറയണ്ടല്ലോ, അതാണ് ഇഞ്ചീൽ എന്നാണ് അവര് വാദിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വേദങ്ങളും അവരുടെ കയ്യിലുണ്ട് മുമ്പുള്ളത് എന്നാണ് അവരുടെ വാദം. അപ്പൊ അതൊക്കെ ശരിയാണെന്ന് ഖുർആൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന വാദം. അപ്പൊ അതിന് ഉള്ള മറുപടി ഈ സൂറത്തിൽ തന്നെ വന്ന കുറെ പരാമർശങ്ങൾ. ഒന്ന്, അവര് അതിന്റെ വാക്കുകളെ സ്ഥാനം തെറ്റിക്കും, അവർ ഉത്ബോധനം ചെയ്യപ്പെടുന്ന ഒരു ഭാഗം അവർ മറന്നു കളഞ്ഞു എന്ന് 14-ാമത്തെ ആയത്തിലുണ്ട്. അതുപോലെ തന്നെ ജൂതന്മാരെ കുറിച്ച്, ക്രിസ്ത്യാനികളെ കുറിച്ച് അതേ കാര്യം 15-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേദക്കാരൻ മൊത്തത്തിൽ 16-ാമത്തെ ആയത്തിൽ അവർ പലതും മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായിട്ട് എഴുതിണ്ടാക്കിയിട്ട് അള്ളാഹുടെ കിതാബാണെന്ന് പറഞ്ഞത് സൂറത്ത് ബക്കറയിൽ വന്നിട്ടുണ്ട്. പിന്നെ ശരിയും തെറ്റും അവർ കൂട്ടിക്കലർത്തും, അറിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യം മറച്ചു വെക്കും എന്നൊക്കെ സൂറത്ത് ആൽ ഇമ്രാനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്നത് പോലല്ല, അവർ ചെയ്ത അക്രമങ്ങളെ കുറിച്ചും അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതിനെ കുറിച്ചും ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ശരിക്കും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വാദം ശരിയല്ല. പിന്നെ അവർ പറയുന്നത് ഈ പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, ആവർത്തനം, ഇപ്പൊ നമ്മൾ അത്ര വിശദമായിട്ട് പറയണ്ട, അതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ്. അത് എഴുതിയത് ആരാണ്, ഏത് കാലത്താന്നുള്ളതിൽ അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരെ പിന്നെ വേദ പുസ്തക നിഘണ്ടുവിലൊക്കെ അതിന് പല കാലങ്ങളും പല ആൾക്കാർ എഴുതിയതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ നിന്ന് വരി പറയുന്ന തൗറാത്ത് ഒരുപാട് കാലം നഷ്ടപ്പെട്ടു, പിന്നെ ഒരാൾ ഓർമ്മയെന്ന് എഴുതിയതാണെന്ന് അവരെന്നെ പറയുന്നുണ്ട്. അതുപോലെ ഈ 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് 4 ആൾക്കാർ എഴുതിണ്ടാക്കിയതാണ്. അതിന് സുവിശേഷം എന്ന് പേര് പറയാൻ തുടങ്ങിയത് ക്രിസ്താബ്ദം 150-ന് ശേഷമാണ്. 65 മുതൽ 110 വരെയുള്ള കാലത്താണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതൊന്നും ശരിക്കുള്ള അടിസ്ഥാനപരമായി അള്ളാഹു ഇറക്കി കൊടുത്ത കിതാബ് അല്ല എന്ന് അവരുടെ തന്നെ വിശദീകരണങ്ങളിൽ വ്യക്തമാണ് എന്നതാണ് പറയുന്നത്. പക്ഷേ അള്ളാഹു ഇറക്കി കൊടുത്ത തൗറാത്തോ ഇഞ്ചീലോ ഇപ്പൊ കൃത്യമായിട്ടില്ലെങ്കിലും അതിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഇപ്പോഴുള്ള അവരുടെ കിതാബുകളിലും ഉണ്ട്. അതിൽ പെട്ടെന്നാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ളത്. ഇത് ബൈബിളിന്റെ വിശ്വസനീയത, ഈ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകം ഉണ്ട്. അലി അബ്ദുൽ റസാഖ് മദനിയുടെ ഒരു പുസ്തകം, ചെറിയ പുസ്തകം, കാരണം ഒരുപാട് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം. വായിച്ചാൽ ഇതിൽ കുറച്ചുകൂടി വിശദീകരണങ്ങൾ കിട്ടും. സമയം നമുക്ക് കൊടുക്കാനായോ? അടുത്ത 2 ആയത്ത് കൂടി എടുക്കാം. وأنزلنا إليك الكتاب بالحق مصدقا لما بين يديه من الكتاب وأنزلنا إليك, നിനക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു നബിയോട് പറയാം, അൽ കിതാബ, ഈ ഗ്രന്ഥത്തെ. എങ്ങനെയാണ്? ബിൽ ഹക്ക്, യഥാർത്ഥമായ നിലക്ക്, യാഥാർത്ഥ്യപൂർവം. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഇതിനു മുമ്പുള്ള മിനൽ കിതാബ്, ഇതിനു മുമ്പുള്ള കിതാബുകളെ സത്യപ്പെടുത്തിക്കൊണ്ട്. വ മുഹൈമിനൻ അലൈഹി, അതിന്റെ മേൽ ഒരു മേൽനോട്ടമായിക്കൊണ്ട്, മേൽനോട്ടം ചെയ്യുന്നതായിക്കൊണ്ട്. ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, ഫഹ്കും, അതുകൊണ്ട് താങ്കൾ വിധിക്കുക, ബൈനഹും, അവർക്കിടയിൽ, ബിമാ അൻസലല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചത് അനുസരിച്ച്. വലാ തത്തബി അഹ്വാഅഹും, അവരുടെ ഹവയെ, അതിന്റെ ജമാണ് അഹ്വാ, അവരുടെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റരുത്. അമ്മാ ജാഅക മിനൽ ഹഖ്, താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുള്ള ഹക്കിനെ വിട്ടുകൊണ്ട് അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ, ലികുല്ലിൻ, ഓരോരുത്തർക്കും, എല്ലാവർക്കും, ജഅൽനാ മിൻകും, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും, ഓരോ വിഭാഗത്തിനും നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ശിർഅതൻ, ഒരു നടപടിക്രമം, ഒരു ശരീഅത്ത്, വ മിൻഹാജൻ, ഒരു മാർഗവും. അപ്പൊ ഓരോ പ്രവാചകന്മാരുടെ കാലത്ത് അഖീദ ഒന്നാണെങ്കിലും വ്യത്യസ്തമായ ശരീഅത്തുകൾ, വ്യത്യസ്തമായ നടപടിക്രമങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ, ലജഅലക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങളെ ഒരൊറ്റ ഉമ്മത്ത്, ഒരൊറ്റ സമുദായം ആക്കുമായിരുന്നു. വലാകിൻ, പക്ഷേ, ലിയബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്.
ഫീമ ആതാക്കും, നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വ്യത്യസ്ത സമൂഹങ്ങളാക്കി വ്യത്യസ്ത കാലത്ത് വ്യത്യസ്ത രീതിയിലുള്ള ശരീഅത്തുകളൊക്കെ കൊടുത്തത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങളിൽ മുൻകടന്നു വരുവിൻ. സബക്ക പറഞ്ഞാൽ മുന്നിട്ടു, ഒരാൾ മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ് ഇസ്തബക്ക എന്ന് പറയാം. മുസാബക്ക അറിയില്ല, മത്സരം. ഇലല്ലാഹി മർജിഉക്കും ജമീഅൻ, നിങ്ങളുടെ എല്ലാവരുടെയും അടക്കം അള്ളാഹുവിങ്കലേക്കാകുന്നു. ഫയുനബ്ബിഉക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ എന്തൊന്നിലാണോ ഇഖ്തിലാഫിലായിരുന്നത്, അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നത്, അത് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇവിടെ ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്താണ്. ഖുർആൻ ഹക്കാണ്, അതോടൊപ്പം അത് മുമ്പുള്ള വേദങ്ങളെ ശരിവെക്കുന്നതാണ്. മുമ്പുള്ള വേദങ്ങളെ ശരിവെക്കുക പറഞ്ഞാൽ ഏതിനാണ്? ഉള്ള പോലത്തെ അല്ല, അള്ളാഹു ഇറക്കിയ രൂപത്തിലുള്ള അള്ളാഹുവിന്റെ കിതാബുകളെ ഖുർആൻ ശരിവെക്കുന്നുണ്ട്. വ മുഹൈമിനൻ അലൈഹി, അത് അതിന്റെ മേൽനോട്ടം നടത്തുകയും ചെയ്യുന്നു. അതെന്താ ഉദ്ദേശിക്കുന്നത്? കാരണം ഇതിൽ ധാരാളം മാറ്റത്തിരുത്തലുകൾ അവർ വരുത്തിയിട്ടുണ്ട്. അവ മാറ്റത്തിരുത്തലുകളെ തുറന്നു കാണിക്കുന്നത്, അതിനെ പരീക്ഷിക്കുന്നത്, അതിനെ കാത്തു സൂക്ഷിക്കുന്നത്, വിശ്വസ്തത പാലിക്കുന്നത് എന്നൊക്കെയാണ് മുഹൈമിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. മേൽനോട്ടം, അള്ളാഹുടെ പേരുകളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഹൈമിൻ, മേൽനോട്ടം നടത്തുക എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ കാത്തു സൂക്ഷിക്കുന്നത്, വിശ്വസ്തത പാലിക്കുന്നത്, സാക്ഷ്യം വഹിക്കുന്നത്, വിധി കൽപ്പിക്കുന്നത് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞ ഈ അർത്ഥങ്ങളൊക്കെ ഇവിടെ ഖുർആനെ കുറിച്ച് അനുയോജ്യമായ അർത്ഥങ്ങൾ തന്നെയാണ്. അപ്പൊ അതെന്താണ്? അവര് മാറ്റത്തിരുത്തലുകൾ വരുത്തിയതിന് ഖുർആൻ എന്ത് ചെയ്യും? തുറന്നു കാണിക്കും. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് മുഹൈമിൻ, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്ന് പറയും. അവർ മറച്ചു വെച്ചതിനെ വ്യക്തമാക്കും, അവർ ദുർവ്യാഖ്യാനം നടത്തിയതിനെ തുറന്നു കാണിക്കും. അങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ അതിന്റെ അള്ളാഹുവിന്റെ കിതാബുകൾ, കഴിഞ്ഞ കിതാബുകളുടെ ആശയം എന്തായിരുന്നു, ദൗത്യം എന്തായിരുന്നു തുറന്നു കാണിക്കുന്നത് കൂടിയാണ് ഖുർആൻ എന്ന അർത്ഥത്തിലാണ് അത് മുഹൈമിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഗ്രന്ഥം അള്ളാഹു നബിക്ക് നൽകിയ സ്ഥിതിക്ക് ഇനി എന്ത് വേണം? ഇനി കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്, വിധിക്കേണ്ടത് ഇതിൽ അള്ളാഹു അവതരിപ്പിച്ചത് എന്താണോ അതനുസരിച്ചാണ്. അതിൽ അവരുടെ തന്നിഷ്ടങ്ങളെ വകവെക്കാൻ പാടില്ല. ഇനി എല്ലാ സമുദായങ്ങൾക്കും വേറെ വേറെ വേദങ്ങൾ കൊടുത്തു. അവരൊക്കെ ഈ കൽപ്പന നബിക്ക് മാത്രമല്ല, ഉമ്മത്തിലുള്ള നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ എല്ലാ വിഷയങ്ങളും ഖുർആൻ അനുസരിച്ച് വിധിക്കുക, അള്ളാഹു അവതരിപ്പിച്ച വിധി അനുസരിച്ച് വിധിക്കുക എന്നുള്ളത് ബാധകമാണെന്നുള്ള പറയുന്നത്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ, അതിന്റെ വിശദീകരണം ഒന്ന്, ശിർഅത്ത് എന്ന് പറഞ്ഞാൽ നടപടിക്രമം, അതായത് ഓരോ നിയമമാർഗങ്ങൾ. മിൻഹാജ് പറഞ്ഞാൽ അതിന്റെ അനുഷ്ഠാന മാർഗങ്ങൾ, കർമ്മമാർഗം. ഇതൊക്കെ വ്യത്യസ്തമാവും, പക്ഷെ അടിസ്ഥാന വിശ്വാസങ്ങളിലും തത്വങ്ങളിലൊന്നും വ്യത്യാസം ഉണ്ടാവുകയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറയുടെ ഹദീസ് ഉണ്ട്. പ്രവാചകന്മാരാകുന്ന ഞങ്ങൾ പല മാതൃവഴിക്കുള്ള സഹോദരങ്ങളാകുന്നു, എന്നാൽ ഞങ്ങളുടെ ദീൻ ഒന്നാണ് എന്ന്. അപ്പൊ ഓരോ കാലത്ത് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ശരീഅത്തില് മാറ്റങ്ങൾ ഉണ്ടാവുക. ഇനി അള്ളാഹു എല്ലാവരെയും ഒരേ സമുദായമാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന് അങ്ങനെ സാധിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതായത് ഓരോ കാലത്ത് നൽകപ്പെട്ട നിയമങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസരിച്ച് അവർ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹു അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താ എല്ലാവരും ഒരുപോലെ ആക്കായിരുന്നത് എന്ന് തർക്കിക്കുകയല്ല, മറിച്ച് നൽകപ്പെട്ട നിയമങ്ങൾ പാലിക്കുകയാണ് വേണ്ടത്, അതുപോലെ നന്മയിൽ മുന്നേറുകയാണ് വേണ്ടത്. അതാണ് ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ചില ആൾക്കാർ നടത്തിയ ഒരു ദുർവ്യാഖ്യാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അള്ളാഹു നിങ്ങളെ ഒറ്റ സമുദായമാക്കുമായിരുന്നു എന്ന് പറഞ്ഞതിന് മറ്റ് ജീവജാലങ്ങളൊക്കെ പോലെ ഒരേ അവസ്ഥയിലാക്കുമായിരുന്നു, മാറ്റമില്ലാണ്ട്. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല, മനുഷ്യന് പുരോഗതി ഉണ്ട്, പക്ഷികളും മൃഗങ്ങളും പോലെ അല്ല. അപ്പൊ ആ പുരോഗതിയെ കുറിച്ചാണ് അതിൽ കഴിവത്ര ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. ഭൗതികമായ ഒരു വ്യാഖ്യാനം, അത് സി.എൻ. മൗലവിയുടേതായിരിക്കും കൂടുതലും. മുപ്പരാണ് അങ്ങനത്തെ വ്യാഖ്യാനങ്ങൾ പറയാറ്. ഇവിടെ ആളെ പേര് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ദുർവ്യാഖ്യാനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ ആയത്തിന്റെ അർത്ഥത്തിനും അതിന്റെ സന്ദർഭത്തിനൊന്നും യോജിക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടി എടുത്തിട്ട് നിർത്താം. അനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹു വലാ തത്തബി അഹ്വാഅഹും വഅൻ
അനിഹ്കും, താങ്കൾ വിധി നടത്തണമെന്ന് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ്? ബൈനഹും, അവർക്കിടയിൽ, ബിമാ അൻസൽ അല്ലാഹു, അല്ലാഹു വിധിച്ചതനുസരിച്ച്, അല്ലാഹു ഇറക്കി തന്നതനുസരിച്ച് വിധിക്കണം. വലാ തത്തബിഅ അഹ്വാഅഹും, അവരുടെ ഇഷ്ടങ്ങളെ, ഇച്ഛകളെ പിൻപറ്റാൻ പാടില്ല. വഹ്ദർഹും, താങ്കൾ അവരെ സൂക്ഷിക്കണം. അൻ യഫ്തിനൂക, അവർ താങ്കളെ കുഴപ്പത്തിലാക്കുന്നതിനെ, അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക, അല്ലാഹു താങ്കൾക്ക് അവതരിപ്പിച്ചു തന്ന ചില കാര്യങ്ങളിൽ നിന്ന് എന്ന് തെറ്റിച്ചുകൊണ്ട് താങ്കളെ അവർ കുഴപ്പത്തിലാക്കുന്നതിനെ സൂക്ഷിക്കണം എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഫഇൻ തവല്ലൗ ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം. ഇനി അവർ തിരിഞ്ഞു കളയാണെങ്കിൽ, അതായത് അള്ളാഹുവിന്റെ കിതാബിലുള്ള അനുസരിച്ച് അവർക്ക് വിധി നടപ്പാക്കി കൊടുത്തിട്ട് അവരത് അംഗീകരിക്കാതെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഅലം, താങ്കൾ അറിഞ്ഞുകൊള്ളുക, അന്നമാ യുരീദുല്ലാഹു, നിശ്ചയമായും അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവരുടെ ചില പാപങ്ങൾ മുഖേന അതിന്റെ ആപത്ത്, അതിന്റെ ഫലം അവരെ ബാധിപ്പിക്കുവാനാണ്. വ ഇന്ന കസീറൻ മിനന്നാസി ലഫാസിഖൂൻ, നിശ്ചയമായും ജനങ്ങളിൽ അധികം ആളുകളും ഫാസിഖുകളാണ്, ദുർമാർഗികളാണ്. അഫഹുക്മൽ ജാഹിലിയ്യതി യബ്ഗൂന, അപ്പോൾ ജാഹിലിയത്തിന്റെ, അജ്ഞാനകാലത്തിലെ വിധിയാണോ യബ്ഗൂന, അവർ തേടുന്നത്, അവർ ആവശ്യപ്പെടുന്നത്. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യൂഖിനൂൻ, അപ്പോൾ വിശ്വസിക്കുന്ന, ദൃഢവിശ്വാസമുള്ള, യൂഖിനൂൻ, ആളുകൾക്ക് അള്ളാഹുവിനേക്കാൾ നന്നായി വിധി നടപ്പാക്കുന്നവൻ ആരാണുള്ളത്? അള്ളാഹുവിന്റെ വിധിയാണ് ഏറ്റവും നല്ല വിധി. അത് ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലത്തുള്ള ആളുകൾ ചെയ്തിരുന്നത് പോലുള്ള വിധികളാണോ അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലെ വിധിക്കരുത്, അവർ കുഴപ്പത്തിലാക്കുന്നതിന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത്? നബി അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ വിട്ട്, അള്ളാഹുവിന്റെ കൽപ്പന വിട്ട് വേറെ നിലക്കൊരു വിധി നൽകും എന്ന് വിചാരിച്ചിട്ടല്ല, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടല്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ശ്രമം ഫലപ്പെടുകയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ജൂതന്മാര് പല വിഷയങ്ങളിലും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സമ്മർദ്ദം ചെലുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായവാദങ്ങൾ പറഞ്ഞ് വേറെ രീതിയിലുള്ള വിധികൾ സമ്പാദിക്കാനോ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ല. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചും അള്ളാഹു ഇറക്കിയതനുസരിച്ചും മാത്രമേ വിധിക്കുകയുള്ളൂ എന്ന് അവർ കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഅബ് ബിൻ സഅദ് അവരുടെ കൂട്ടത്തിലെ, യഹൂദികളുടെ കൂട്ടത്തിലെ ഒരു നേതാവായിരുന്നു. അയാളും വേറെ 3 ജൂത നേതാക്കളും കൂടി തമ്മിൽ പറഞ്ഞു, നമുക്ക് നബിയെ, മുഹമ്മദിനെ ഒന്ന് കുഴപ്പത്തിലാക്കാം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞു? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങള് യഹൂദികളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരും നേതാക്കളുമാണത്, നിങ്ങൾക്കും അറിയാലോ. അപ്പൊ ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയാൽ അവർ ഞങ്ങളെ പിൻപറ്റും, അത് ഞങ്ങളെ സമൂഹം ഞങ്ങളെ പിൻപറ്റും. അപ്പൊ അവർ ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കൂല. അപ്പൊ എന്ത് വേണം അതിനിടയ്ക്ക്? ഞങ്ങൾക്കും ഞങ്ങളെ ആൾക്കാർക്കും ഇടയിൽ ഒരു കേസുണ്ട്, ഒരു വഴക്കുണ്ട്. അപ്പൊ അത് നബിയുടെ അടുക്കൽ ഞങ്ങൾ തീരുമാനത്തിന് വെക്കാം. അപ്പൊ എന്ത് ചെയ്യണം? അവർക്കെതിരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി തരണം. അപ്പൊ എന്താവും? അപ്പൊ ഞങ്ങള് മുസ്ലിങ്ങളാവും, അപ്പൊ ഒരു മുസ്ലിങ്ങളാവും. അങ്ങനെ നബിയെ ഈ സത്യത്തിൽ നിന്ന് തെറ്റിക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമം. അപ്പൊ ഞങ്ങൾക്ക് അനുഗുണമായി അവർക്കെതിരെ ഞങ്ങൾക്ക് വിധി തരികയാണെങ്കിൽ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരസിച്ചു. അപ്പോഴാണ് ഈ 2 ആയത്തും ഇറങ്ങിയത് എന്നാണ് ഇതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഒരാളെ പേര് കഅബ് ബിൻ സഅദ്, ഇവരുടെ കൂട്ടത്തിൽ ഈ ആവശ്യമായിട്ട് വന്ന ആളുകളുടെ നേതാവ്. പിന്നെ അള്ളാഹുവിന്റെ വിധി സ്വീകരിക്കാൻ തയ്യാറല്ലാതെ അവർ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരുടെ പാപം കാരണം അള്ളാഹു അവർക്ക് ആപത്ത് ബാധിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പാപങ്ങൾക്കുള്ള ശരിക്കുള്ള ഫലം, ശിക്ഷയും കിട്ടുക പരലോകത്തെ ആണ്. പക്ഷെ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? അള്ളാഹു കൂടെ വെച്ചും അതിന്റെ ചില അനന്തര ഫലങ്ങൾ അനുഭവിപ്പിക്കും. അത് അവർ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അവരെ ബനു ഖുറൈള, ബനു നദീർ ഗോത്രങ്ങളൊക്കെ
അവരെ കുഴപ്പങ്ങൾ കാരണം അവസാനം അവരെ മദീനയിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടായല്ലോ. പിന്നെ ഖുറൈല ഗോത്രക്കാർക്ക് വേറെയും ഒരു പ്രശ്നം ഉണ്ടായി. അവരുടെ ഒരു മധ്യസ്ഥനെ തീരുമാനിച്ചു. എന്നിട്ട് അയാൾ പറയുന്നതനുസരിച്ച് വിധിക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാള് തൗറാത്തിലുള്ളതുപോലെ വിധി പറയാൻ വേണ്ടി പറഞ്ഞു. കുഴപ്പമുണ്ടാക്കിയ ആൾക്കാർക്കുള്ള ശിക്ഷ പറഞ്ഞു. അങ്ങനെ ആ ശിക്ഷ അവർക്ക് നടപ്പാക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ അവർക്ക് അവരുടെ കുഴപ്പങ്ങളുടെ, അവരുടെ തെറ്റുകളുടെ ചില ഫലങ്ങൾ ഇവിടെ തന്നെ അനുഭവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു വെച്ചൊരു നടപടിക്രമമായിരുന്നു. അതുണ്ടായി. പിന്നെ അവരും യഹൂദികളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഇങ്ങനെ ഉപദേശങ്ങളും തെളിവുകളും ഒക്കെ കിട്ടിയിട്ടും സത്യം സ്വീകരിക്കാതെ ശടിച്ചു നിൽക്കുമ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടേണ്ടതില്ല. കാരണം മനുഷ്യന്മാരിൽ അധികം ആൾക്കാരും അങ്ങനെയാണ്, ഫാസിക്കുകളാണ്. അത് അവരുടെ നിലപാടിനനുസരിച്ചുള്ള ഫലമാണ് അവർക്ക് ഉണ്ടാവുക. അതിൽ വിഷമിക്കേണ്ടതില്ല എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. പിന്നെ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന സ്വഭാവം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ എന്തുണ്ട്, ഇവർക്ക് വേദം ഉണ്ടായിട്ട് അത് അവര് അംഗീകരിക്കാതെ മാറ്റത്തിരുത്തലുകൾ വരുത്താണ്. എന്നാൽ മക്കയിലെ പിന്നെ ജാഹിലിയ കാലത്ത് ജീവിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രവാചകന്മാരുടെ പാരമ്പര്യമല്ല. ഇബ്രാഹിം നബിക്ക് ശേഷം ഇസ്മായിൽ നബിക്ക് ശേഷം പിന്നെ അവിടെ നബിമാരുണ്ടായിട്ടില്ല. അപ്പൊ അവര് കാലാകാലങ്ങളിൽ അവരായിട്ട് ഉണ്ടാക്കിയ കുറെ ആചാരങ്ങളും നിയമങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. അവർ തന്നെയാണ് അവർക്ക് വേണ്ട നിയമങ്ങളും ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അതാണോ ഇനി ഇവർ ആഗ്രഹിക്കുന്നത്? വേദമൊക്കെ ഒഴിവാക്കിയിട്ട് അതിലുള്ള വിധികളൊന്നും സ്വീകരിക്കാതെ തന്നിഷ്ടം അനുസരിച്ചുള്ള ഈ വിധികളിലേക്ക് മടങ്ങാനാണോ അവർ വിചാരിക്കുന്നത് എന്നാണ്. അപ്പൊ അതിന് അവരുടെ ആ വിധികൾക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ പറയും. എന്നാൽ അതിന് മാത്രമല്ല ജാഹിലിയത്തിന്റെ ഹുക്മുൽ ജാഹിലിയ എന്ന് പറയാം. അള്ളാഹു അവതരിപ്പിച്ചതിനെ നിഷേധിച്ചുകൊണ്ട് അടിസ്ഥാനമില്ലാത്ത വിധികൾ ഉണ്ടാക്കുന്നതിനൊക്കെ ജാഹിലിയത്തിന്റെ വിധി എന്ന് പറയാം എന്ന്. അതിന് ഹസൻ റളിയല്ലാഹുവിൽ നിന്നുള്ളൊരു ഉദാഹരണം, അള്ളാഹുവിന്റെ വിധിയല്ലാത്ത മറ്റൊന്നുകൊണ്ട് ആരെങ്കിലും വിധിച്ചാൽ അവൻ ജാഹിലിയത്തിന്റെ വിധി വിധിച്ചു. ഹസൻ റളിയല്ലാഹു എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ മനുഷ്യരിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവൻ ഇസ്ലാമിൽ ജാഹിലിയത്തിന്റെ നടപടി ആഗ്രഹിക്കുന്നവനും ന്യായം കൂടാതെ വല്ല മനുഷ്യന്റെയും രക്തം ചിന്തുവാൻ ശ്രമിക്കുന്നവനും ആകുന്നു. ഇത് ഇബ്നു അബ്ബാസ് എന്നുള്ള ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവൻ ഇസ്ലാമിൽ ജാഹിലിയത്തിന്റെ നടപടി ആഗ്രഹിക്കുന്നു. ഒരു പൂരിപ്പിക്കാനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്.